7 മണിക്കുള്ള അതേ അലാം, ബാത്റൂമിലേക്കുള്ള അതേ റേസ്, മുത്തശ്ശിയുടെ അതേ മണിയടി, പിന്നെ നെയ്യ് ഒഴിച്ച അതേ ദോശ. രാത്രിയിലെ അരച്ചുകൂടികൾ മറക്കാൻ രാവിലത്തെ എല്ലാ കാര്യവും വേണ്ടിവരും. ജീവിതം അങ്ങനെ പോകും, യാതൊന്നും സംഭവിക്കാത്തതുപോലെ. HIV ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം. നിങ്ങൾ കോണ്ടം ഉപയോഗിക്കാതെ ആരെങ്കിലുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അഥവാ മയക്കുമരുന്ന് കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ICTCയിൽ HIV ടെസ്റ്റ് ചെയ്യൂ. ആവശ്യമാകുന്ന പക്ഷം ഉപദേശങ്ങളും മരുന്നുകളും മുഖേന നിങ്ങൾക്ക് സാധാരണ ജീവിതം നയിക്കാൻ കഴിയും. നമസ്കാരം. കൃഷി ദർശൻ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അതിഥിയായി നമുക്കിവിടെ എത്തിയിരിക്കുന്നത് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഉദ്യാന ശ്രേഷ്ഠ അവാർഡ് ജേതാവ് ശ്രീമാൻ വിനു കാർത്തികേയൻ. അദ്ദേഹത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ പുത്തൻതോപ്പ് ശ്രീരംഗത്തിൽ ശ്രീ വിനു കാർത്തികേയൻ. സ്വാഗതം വിനു കാർത്തികേയൻ. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഉദ്യാന ശ്രേഷ്ഠ അവാർഡ് ഈ വർഷം താങ്കൾക്കാണ് ലഭിച്ചത്. അപ്പോൾ ഈ ഉദ്യാന ശ്രേഷ്ഠ അവാർഡ് കരസ്ഥമാക്കിയപ്പോൾ താങ്കൾക്ക് എന്താണ് അനുഭവം ഉണ്ടായത്? വളരെ സന്തോഷം തോന്നിയായിരുന്നു. വളരെ സന്തോഷം തോന്നി. ഈ സാധാരണ നമ്മുടെ ഉദ്യാന വിള കൃഷിയാണല്ലോ താങ്കൾ ചെയ്യുന്നത്. എന്താണ് പ്രധാനമായിട്ടും ഈ ഉദ്യാന വിളകളിൽ കേന്ദ്രീകരിക്കുന്നത്? ഏതൊക്കെ ഇനങ്ങളാണ്? ഞാൻ ട്രോപ്പിക്കലായിട്ടുള്ള ഫ്ലവേഴ്സാണ് കൂടുതൽ നമ്മളെ നാട്ടിൽ വളരുന്ന എളുപ്പം വളരുന്ന ഇനങ്ങളാണ് എൻ്റെ തോട്ടത്തിൽ ഞാൻ വളർത്തിയെടുക്കുന്നത്. ഓർക്കിഡുകളും അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധിച്ചുള്ള ഈ റാറ്റൽ സ്നേക്ക് എന്ന് പറയുന്ന കലാത്തിയ വെറൈറ്റിയിലുള്ള വെറൈറ്റികൾ, അതുപോലെ ഹെലിക്കോണിയ, സിഞ്ചിബേഴ്സ്, ടോർച്ച് ജിഞ്ചർ. അപ്പം നമ്മൾ ഉദ്യാന വിളകളെന്ന് പറയുമ്പോഴും സാധാരണ പൂവിന് പ്രാധാന്യമുള്ള വിളകളുണ്ടാകും, അതുപോലെ തന്നെ ഇലകൾക്ക് പ്രാധാന്യം നൽകുന്ന വിളകളുണ്ടാകും. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ കൃഷി ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ രണ്ടും ഞാൻ ഒരുപോലെ ചെയ്തിട്ടുണ്ട്. അതെ. എത്ര കാലമായിട്ട് ഈ കൃഷിയിൽ? ഞാൻ ഏകദേശം ഒരു 20 കൊല്ലം 25 കൊല്ലമായിട്ട് ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ ഈ ഒരു അനുഭവം, ഈ 25 കൊല്ലമായിട്ടുള്ള ഒരു അനുഭവം എന്താണെന്ന് പറയാൻ പറ്റുമോ? ഈ കൃഷിയോട് വന്ന ഈ ഉദ്യാന വിളയിൽ കൃഷിയിലോട്ട് വന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഒരു അനുഭവം? അത് എൻ്റെ അച്ഛനൊരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. ആരാണ് അദ്ദേഹം? VK കാർത്തികേയൻ. ശ്രീമാൻ കാർത്തികേയൻ. അതെ. അച്ഛനൊരു 45 കൊല്ലത്തിന് മുമ്പ് ഒരു പുത്തൻതോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 10 ഏക്കർ സ്ഥലം. സാധാരണ പുത്തൻതോപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു മണലാരണ്യം, കടൽക്കരയ്ക്ക് അടുത്തുള്ള. അപ്പോൾ ശരിക്കും അത് ആദ്യം ഒരു കൃഷിയോഗ്യമായ ഒരു സ്ഥലമാണ്? അല്ലായിരുന്നു. പക്ഷെ അച്ഛൻ അത് വാങ്ങിച്ച് അതൊരു കൃഷിയോഗ്യമായ സ്ഥലമാക്കി എടുക്കുക, അത് മാറ്റിയെടുക്കുകയാണ് ചെയ്തത് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ്. എന്നിട്ടല്ല അവിടെ ആദ്യമായിട്ട് ഞങ്ങൾ തെങ്ങുകളായിരുന്നു നട്ടു തുടങ്ങിയത്. അപ്പോൾ തെങ്ങുകളുടെ ഇടയിൽ ഒരു ഇടവിളയ്ക്ക് വേണ്ടി സ്ഥലം അന്നേ അച്ഛൻ ഇട്ടിരുന്നു. തെങ്ങിന് ഇടവിളയായിട്ടാണ് ചെയ്യാനായിട്ട് സ്ഥലം അന്നേ അച്ഛൻ അത് കരുതി വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് പരിചയം ഉണ്ടെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്, താങ്കളുടെ അച്ഛന് ശ്രീമാൻ കാർത്തികേയൻ നമ്മുടെ കൃഷി വകുപ്പിൻ്റെതായ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിട്ടാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ ആ കൃഷിയുടെ ഉദ്യാന കൃഷിയിൽ വളരെ താല്പര്യമുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉദ്യാന കൃഷി അവിടെ വിപുലമാക്കാനായിട്ടുള്ള പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് അവിടെ തെങ്ങിന് ഇടവിളയായിട്ട് എന്താണ്? തെങ്ങിന് ഇടവിളയായിട്ട് അച്ഛൻ ആദ്യമായിട്ട് അവിടെ ഓർക്കിഡുകളാണ് നട്ടു തുടങ്ങിയിരുന്നത്.
പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഞാൻ പതുക്കെ ഈ ഫീൽഡിലോട്ട് ഇറങ്ങി. പിന്നെ പുറം രാജ്യങ്ങളിൽ സന്ദർശിക്കുകയും അവിടെ ഇതിനു വേണ്ടിയിട്ടാണോ ഇതിനു വേണ്ടി അതെ പുതിയ ചെടികൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വിദേശത്ത് യാത്രകൾ. ഏതെല്ലാം രാജ്യങ്ങളിൽ? ഞാൻ ശ്രീലങ്ക, മലേഷ്യ, തായ്ലാൻഡ്, സിംഗപ്പൂർ. നമ്മളെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരുന്ന ചെടികൾ. ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ അത് ഏത് എടുത്തു പറയത്തക്ക ചെടികൾ ഏതെങ്കിലും ഒന്ന് പറയാം? നമുക്ക് ഇവിടെ നമ്മളെ നാട്ടിൽ വളരുന്ന ഈ ഓർക്കിഡുകളല്ല, നമ്മൾ അത് വെളിയിൽ പോയി കണ്ടുപിടിക്കും. അതുപോലെ അതിൻ്റെ പുതിയ ഇനങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ താങ്കൾ അവിടെ കൃഷി ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട 1-2 ഇനത്തിൻ്റെ പേര് ഒന്ന് ഓർക്കിഡിൻ്റെ ഇനത്തിൽ? ഓർക്കിഡ് ആണെങ്കിൽ ഞാൻ ആനി ബ്ലാക്ക് ആണ് മെയിൻലി അവിടെ കൃഷി ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൂടുതൽ വെറൈറ്റികളിലോട്ട് ഞാൻ പോകുന്നില്ല. 1-2 വെറൈറ്റി മാത്രമാണ് എൻ്റെ തോട്ടത്തിൽ മാക്സിമം ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആനി ബ്ലാക്കിൻ്റെ താങ്കൾ ഇതിൻ്റെ ഒരു സ്പെസിമെൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആനി ബ്ലാക്കിൻ്റെ അത് ഒന്ന് കാണിക്കും. ആനി ബ്ലാക്ക് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇതിന് വിപണന സാധ്യത അനുസരിച്ചല്ലേ കൃഷി ചെയ്യുന്നത്? ഇതാണ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് താങ്കളിപ്പോൾ ഒരു യുവകർഷകൻ എന്നുള്ള നിലയ്ക്ക് യുവകർഷകനായിട്ട് തന്നെ എടുക്കാം. അപ്പം യുവാക്കൾക്ക് കൃഷിയോട് വലിയ താല്പര്യം കാണും. അപ്പോൾ യുവാക്കൾ ഈ കൃഷിയിൽ ഉദ്യാന കൃഷിയിലോട്ട് വരണമെങ്കിലും ഇങ്ങനെ ഇതിപ്പോൾ ആനി ബ്ലാക്ക് എന്നാണ് പറഞ്ഞത്. അപ്പം ഇതിന് വിപണന സാധ്യതയ്ക്ക് ഏതൊക്കെ മാർഗങ്ങളാണ് നമ്മൾ അവലംബിക്കേണ്ടത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇത് കയറ്റുമതി ചെയ്യാനായിട്ട്? ഓരോന്നിനും ഓരോ ഇതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അത് നല്ല ക്വാളിറ്റിയിൽ വേണം അത് കൃഷി ചെയ്തെടുക്കാനും. ഒരു വിപണന സാധ്യതയുള്ള ഇനം കണ്ടെത്തി അത് നല്ല രീതിയിൽ വേണം പാക്ക് ചെയ്തും അത് മാർക്കറ്റ് ചെയ്യാനും. ഈ ആനി ബ്ലാക്കിന് ഇപ്പോഴും ഇന്നും ആനി ബ്ലാക്കിന് നല്ലൊരു ഡിമാൻഡുണ്ട്. ഈ ലോകത്ത് എവിടെയും ഈ ചുമന്ന പുഷ്പങ്ങളോട് കൂടുതൽ ഡിമാൻഡ് വരും. ചുമപ്പിനാണ് ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും ചുമന്ന പൂക്കൾക്കാണ് കൂടുതൽ ഡിമാൻഡ്. അതെ അതെ. അപ്പോൾ ഈ ആനി ബ്ലാക്ക് ഇതിൻ്റെ ഒരു ശാഖയ്ക്ക് അതിന് എന്ത് വില കിട്ടുമെന്നാണ്? ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബോംബെയിലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അയക്കുന്നത് 20-22, അത് ഒരു 22 രൂപ വരെ ഒരു സ്റ്റെമ്മിന് അങ്ങനെ കിട്ടും. ഇപ്പോഴും വിപണിയിലുണ്ട്. ഉണ്ട്. ശരി. അപ്പോൾ ഇത് ശരിക്കും ഓർക്കിഡിൻ്റെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആനി ബ്ലാക്ക് എന്നുള്ള ഇനം കൃഷി ചെയ്യാം. നമ്മളെ നാട്ടിൽ കൃഷി ചെയ്യാൻ എളുപ്പമാണ്. ഓർക്കിഡ് ഇനങ്ങൾ പറഞ്ഞു. ഓർക്കിഡിനെ പോലെ തന്നെ മറ്റ് ഏതൊക്കെയാണോ നിങ്ങൾ കൃഷി ചെയ്തു വരുന്നത്? ഇന്നിപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്നത് ഈ ഓർക്കിഡ് അല്ലാതെ തന്നെ ഈ പുതിയ നമ്മളെ നാട്ടിൽ ആരും കാണാത്ത ഇനം പുതിയ ചെടികളിൽ ഞാൻ പുതിയ ഇനങ്ങൾ കൊണ്ടുവരുന്നു. അതെ ഉണ്ട്. അതുപോലെ അതിൻ്റെ ഇനത്തിലുള്ള ഒരു പുഷ്പമാണ് ഇത്. ഈ സിഞ്ചിബർ വെറൈറ്റിയിലെ കെറി എന്ന് പറയുന്ന ഒരു കെറി. ഇത് ഇങ്ങനെയാണോ വിപണനം ചെയ്യുന്നത്? അത് ഇങ്ങനെ തന്നെയാണ്. ഇതിൽ കണ്ടിട്ട് അതിനൊരു പുതുമയോ അതിനൊരു ആകർഷകത്വം തോന്നുന്നില്ല. പൊതുവെ ഇതിന് പല രാജ്യങ്ങളിൽ ഇതിനൊരു ആകർഷകത്വം ഉണ്ട് അല്ലേ? എല്ലാവർക്കും ഒരു പുതുമ. ഇത് പൂവാകുന്നു എന്നുള്ളത് കൊണ്ട് തൊട്ടു നോക്കുക, പ്ലാസ്റ്റിക് ആണോ? അങ്ങനെ ഉള്ള ഒരു പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സിഞ്ചിബർ വെറൈറ്റി. സിഞ്ചിബർ വെറൈറ്റി കെറി എന്ന് പറയുന്നത്. സിഞ്ചിബറിലെ കെറി. ഇതിന് വിപണന സാധ്യത വളരെയധികം കൂടുതലാണ്. പുതിയ ഒരു ഇനമായതുകൊണ്ട്. അപ്പോൾ പുതുതായിട്ട് ഇപ്പോഴും ഈ ഉദ്യാന കൃഷിയിൽ വരുന്നവർക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെയുള്ള പുതിയ ഇനങ്ങൾ, നമ്മൾ ആരും കാണാത്ത ഇനങ്ങൾ നമുക്ക് കൃഷി ചെയ്ത് കൊണ്ടുവരാം. ഇതിന് നല്ല സാധ്യത. അപ്പോൾ ഇതുപോലെ വേറെ ഏതൊക്കെ ചെയ്യുന്നുണ്ട് പുതുതായിട്ട്? നിങ്ങൾ സിഞ്ചിബർ വെറൈറ്റി തന്നെയാണ്. ഞാൻ സിഞ്ചിബറിൽ തന്നെ മറ്റു ഇനങ്ങളുണ്ട്. ഇതിന്റെ ഒരു തേനീച്ചക്കൂട് പോലെ കാണുന്നുണ്ട്. അതിന്റെ പേര് എങ്ങനെയാണ്? ഇതിന്റെ പേര് ഹണികോംബ് എന്നാണ്. ഹണികോംബ് തന്നെയാണ്. അതാണ് അത് കണ്ടിട്ട് അതുപോലെ തോന്നുന്നു. ഇത് സിഞ്ചിബറിന്റെ ഇത് കുറച്ച് പഴയ വെറൈറ്റിയാണ്. നമ്മളെ നാട്ടിൽ പലയിടത്തും ഉണ്ട്. ഇത് ആ സിഞ്ചിബറിൽ തന്നെ ഒട്ടൻസി എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഒട്ടൻസി ഇതും വളരെ നല്ല മാർക്കറ്റ്. ഈ സിഞ്ചിബർ വെറൈറ്റിയൊക്കെ പൊതുവെ മാർക്കറ്റുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുതിയ ചില പൂക്കൾക്ക് പ്രാധാന്യമുള്ള മറ്റ് കോസ്റ്റസ് വെറൈറ്റികളാണ്. ഇങ്ങനെ ഇതില്ലേ ഈ ചുമന്ന കാണുന്നതിൻ്റെ പേര് വുഡ്സോണി എന്നാണ്. വുഡ്സോണി അതുപോലെ ഡിമാൻഡുണ്ട്. അത് ഈ ഫ്ലവർ അറേഞ്ച്മെന്റ് ഇടകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ അതിന്റെ കോസ്റ്റസിന്റെ വേറെ അതെ ഇതിന്റെ പേരാണ് ഗ്രീൻ മൗണ്ടൻ. ശരി. കോസ്റ്റസ് വെറൈറ്റി. ഇതും ഇപ്പോഴും നല്ല മാർക്കറ്റുണ്ട്. ഇന്ന് മാർക്കറ്റിൽ ഉണ്ട്. ഉൽപ്പന്നമുള്ളതാണ്.
അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇതുവരെയും പുഷ്പങ്ങളുടെ കുറിച്ച് പൂക്കൾക്ക് പ്രാധാന്യമുള്ള ഇതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇലകൾക്ക് പ്രാധാന്യമുള്ള ചെടികൾ, ഇല ഇന്ന് നാട്ടിലെ നമുക്ക് ഫോളിയേജിന് നല്ല ഫോളിയേജ് പ്ലാന്റ്സ്, ഫോളിയേജിന് നല്ല ഡിമാൻഡാണ്. ഏതൊരു അറേഞ്ച്മെന്റും ബേസ് ആയിട്ട് ഇന്ന് ഫോളിയേജ് വേണ്ടി വരും. ഫോളിയേജ് വേണം. ഏതിന്? ഇത് ബൊക്കെ ആയാലും ഫ്ലവർ അറേഞ്ച്മെന്റ് ഒക്കെ ആണെങ്കിൽ ഫോളിയേജ് ഒരുപാട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ വെളി രാജ്യങ്ങൾക്ക് നമുക്ക് ശ്രീലങ്കയിൽ നിന്നൊക്കെയാണ് ഫോളിയേജ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ശ്രീലങ്കയിൽ നിന്ന് ഫോളിയേജ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഇലയ്ക്ക് പ്രാധാന്യമുള്ളത് അല്ലെങ്കിൽ ഫോളിയേജ് ഇനത്തിൽപ്പെട്ട ഏതൊക്കെ ഇതാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത് ഇപ്പോഴും താങ്കളുടെ ഈ ഇതിൽ? ഇന്നിപ്പോൾ ഞാൻ ഈ നമ്മളെ നാട്ടിലും നമ്മൾ സാധാരണയായിട്ട് എല്ലാ വീടുകളിലും കാണുന്ന ഇനമാണ്. പക്ഷെ പലരും അത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇതിന് നല്ല സാധ്യതയുണ്ട്. അസാധ്യമായ ഒരു സാധ്യതയാണ്. ഇന്ന് നല്ല വിലയും കിട്ടാറുണ്ട്. നല്ല വിലയും കിട്ടി. ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലൊരു വിദേശത്തേക്കും അയക്കാം. പക്ഷേ ഈ ക്വാളിറ്റി ഇത് സോങ് ഓഫ് ജമൈക്ക എന്നും ഇതിനെ സോങ് ഓഫ് ഇന്ത്യ എന്നുമാണ്. സോങ് ഓഫ് ഇന്ത്യയും സോങ് ഓഫ് ജമൈക്കയും. ഇത് അസാധ്യമായിട്ട് നമുക്ക് ഇത് ഓരോ ലീഫായിട്ടാണോ ഒരു സ്റ്റെം ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റെം ആയിട്ടാണ് അത് അവര് കട്ട് ചെയ്ത് അത് അവര് ഫ്ലവർ അറേഞ്ച്മെന്റ് ചെയ്യാൻ ഇത് എളുപ്പത്തിൽ കൃഷി ചെയ്തെടുക്കാൻ വളരെ ഇത് ഹാർഡി പ്ലാന്റ് ആണ്. അങ്ങനെ വലിയൊരു നമുക്കൊരു നോട്ടം വേണമെന്നില്ല. നമ്മൾ ഒരു വലിയ പരിചരണം കൊടുക്കാതെ തന്നെ നല്ലൊരു വരുമാന മാർഗമായിട്ട് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് അല്ലേ? ഇതിന്റെ ഒരു ഇല എന്ന് പറയുന്ന ഏത് തരത്തിലുള്ള ഇലയാണ് നമുക്ക് കയറ്റുമതി ചെയ്യേണ്ടത്? ഈ ഒരു ബഞ്ചാണ്. ഇതൊരു കട്ടിങ്സ് ആണ് നമ്മൾ കയറ്റുമതി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിന് നമുക്ക് എത്ര വില? അത് അതിന്റെ സൈസ് അനുസരിച്ച് എന്നാലും ഒരു ഉദ്ദേശം ഒരു 8 രൂപ തൊട്ട് 10 രൂപ വരെ ഈ ഒരു ബഞ്ചിന് കിട്ടും. 8 രൂപ തന്നെ. അപ്പോൾ അത് ശരിക്കും അത് നല്ല ക്വാളിറ്റിയിൽ വേണം. നല്ല ക്വാളിറ്റിയിൽ ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇലകളുടെ വീതി, അതിന്റെ മുഴുപ്പ്, പിന്നെ ഒരു ബഞ്ചിൽ എത്ര ഇലകൾ വേണം എന്നുള്ളത് അതൊക്കെ നോക്കിയിട്ടാണ് ക്വാളിറ്റി നോക്കുന്നത്. അത് സാധാരണ ശരാശരി എത്ര ആണെന്ന് ആണ് ഒരു ബഞ്ചിൽ? ബഞ്ച് ഈ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പൂക്കളുടെ ഇലകളുടെ ഗ്ലേസിംഗ് ആണ് അവർ നോക്കുന്നത്. ഗ്ലേസിംഗ് ആണ് നോക്കുന്നത്. അതിന്റെ ഒരു ഗ്ലേസിംഗ് അതിന്റെ ഒരു ഗുണമേന്മ നിശ്ചയിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ ഗ്ലേസിംഗ് വേണം. അതെ. അപ്പോൾ 2 ഇനത്തിനും അതുപോലെ നല്ല ഡിമാൻഡുണ്ട് ഈ 2 ഇനത്തിന്. പിന്നെ മറ്റുള്ള ഇലകൾ എന്ന് പറയുന്നത് ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇലകളും പ്രാധാന്യമുള്ള. അതെ, ഈ ഇലകൾ നമ്മളെ നാട്ടിലെ ഒരു കാലത്ത് വേലിപ്പത്തലിൽ വരുന്നതാണ് അല്ലേ? ഇത് ഇന്ന് വേൾഡിലെ ഒരു ഫ്ലവർ അറേഞ്ച്മെന്റ് ബേസ് ആണ് ഈ ഇല. അതെ തന്നെ. അപ്പോൾ ലോക വിപണിയിൽ തന്നെ നല്ലൊരു പ്രാധാന്യമുള്ള വളരെ പ്രാധാന്യമുള്ള ഇലയാണ്. ഇത് നമുക്ക് ഏത് ഇനമാണ്? ഇത് മെസഞ്ചന എന്ന് പറയും. മെസഞ്ചന ലീഫ്. ഇപ്പം നമ്മളുടെ മെയിൻ ഒരു ശത്രുക്കൾ എന്ന് പറയുന്നത് ശ്രീലങ്കക്കാരാണ്. ശ്രീലങ്കയിൽ നിന്നാണ് കൂടുതലും ലീഫ്. UAE അതുപോലെ ഇന്ത്യക്കകത്ത് തന്നെ പല ബോംബെ, ഡൽഹിയിലെല്ലാം ഈ ശ്രീലങ്കയാണ് ഈ ഫോളിയേജിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ശരി. ഇതിനിപ്പോൾ ഈ ഒരു ലീഫായിട്ടാണോ കൊടുക്കുന്നത്? ഇതൊരു ലീഫായിട്ടാണ്. ഒരു ഇലയ്ക്ക് എത്രയാണ്? അത് നമ്മളുടെ ക്വാളിറ്റിയും അതിൻ്റെ നീളവും അതിൻ്റെ വീതിയും എല്ലാം നോക്കി 2 തൊട്ട് 4 രൂപ വരെ കിട്ടും ശരാശരി കിട്ടും. അപ്പോൾ നമ്മൾ ഇത് സാധാരണ ഇതിൻ്റെ ഒരു കൃഷി രീതി തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ എങ്ങനെ ഒരു പുതിയതായിട്ടൊരു കർഷകൻ ഈ മെസാഞ്ചിന കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് എങ്ങനെ സാധാരണ രീതിയിൽ കൃഷി ചെയ്താൽ മതിയോ? സാധാരണ രീതിയിൽ ചെയ്താൽ മതി. മറ്റു വിളകളെ പോലെ നിലം ഒരുക്കിയിട്ട് അതിൻ്റെ തൈകൾ വാങ്ങിക്കാൻ കിട്ടും. തൈകളില്ലെങ്കിൽ തന്നെ അതിന്റെ തണ്ട് മുറിച്ച് തൈകൾ നടാവുന്നതാണ്. പിന്നെ അതിന് പ്രത്യേകിച്ച് വളം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നല്ല വളം എന്റെ ചാണകവും വെള്ളവും ജൈവവളം തന്നെ. അത് തന്നെയാണ്, അല്ലാതെ വേറെ രാസവളത്തിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് പരിചരണം കൊടുക്കാൻ എന്തെങ്കിലും രോഗങ്ങൾ ഇതിന് വളരെ അപൂർവമാണ്. അങ്ങനെ വരാറില്ല. അപ്പം സാധാരണ ഒരു പുതുതായിട്ട് വരുന്ന ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു യുവാവിന് ഇത്തരം കൃഷികളൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. വലിയ പരിചരണമില്ല, അതേസമയം ചെറിയ സമയം കൊണ്ട് കൂടുതൽ മുടക്കുമുതലില്ലാതെ തന്നെ വരുമാനം കിട്ടത്തക്ക രീതിയിലാണ് ഇല്ലേ? അങ്ങനെയാകുമ്പോൾ ഒരു കർഷകൻ പുതുതായിട്ട് കൃഷി ചെയ്യുമ്പോൾ ഇതിന് വിപണി കണ്ടെത്താനായിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം എന്തെങ്കിലും അറിയാമോ? അത് ഏതെങ്കിലും ഏജൻസികൾ ഇത് കളക്ട് ചെയ്യും? ഏജൻസികളൊന്നുമില്ല, നമ്മൾ തന്നെ നമ്മൾ സ്വയം അതിൻ്റെ വിപണി കണ്ടെത്തണം. അപ്പോൾ നമുക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ തിരുവനന്തപുരത്ത് പ്രാദേശികമായിട്ട് എന്തെങ്കിലും വിപണി അങ്ങനെ ഉണ്ടോ?
അല്ലെങ്കിൽ താങ്കളുടെ അനുഭവം എന്താണ് അത് ഈ വിപണിയെ സംബന്ധിച്ച്? വിപണിയെ സംബന്ധിച്ച് ഞാൻ താങ്കൾ എങ്ങനെയാണ് ഈ വിപണി കണ്ടെത്തുന്നത്? ഇത് തുടക്കം മുതലേ ഞാൻ ഈ ബോംബെ, ഡൽഹി ഇങ്ങനെ നേരിട്ട് അയക്കുവാണ്. അത് ബോംബെ, കോയമ്പത്തൂർ അവിടെ അങ്ങനെയുള്ള ഇന്ത്യയിലെ മെയിൻ സിറ്റികളിലോട്ടാണ് ഞാൻ അത് വളരെ നാൾക്ക് മുമ്പേ തുടങ്ങിയത് കൊണ്ട് എനിക്ക് മാർക്കറ്റിൽ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഒരു കോളുണ്ട്, അതിന് സ്വാഗതം. ഹലോ, കൃഷി ദർശനിലേക്ക് സ്വാഗതം. ഹലോ. എന്താ ചോദിക്കൂ. ഞാൻ ഈ ഹെലിക്കോണിയത്തെ പറ്റി അറിയാനായിരുന്നു. ഹെലിക്കോണിയം കൃഷി എങ്ങനെയാണ്? കൃഷി എങ്ങനെയാണെന്ന് അറിയണം. അല്ലല്ല, അതിന്റെ സാധ്യതകൾ ആരാണ് പേര്? എന്താ പറയുക? ജെയിംസ്, കോട്ടയം. ജെയിംസ്, കോട്ടയത്ത് നിന്ന്. ജെയിംസ്, ഹെലിക്കോണിയത്തിന്റെ സാധ്യതകൾ അത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഹെലിക്കോണിയക്ക് ഇന്നും നല്ല സാധ്യതയുള്ള ഒരു പുഷ്പമാണ്. ഹെലിക്കോണിയം മെയിൻലി നമ്മൾ ഒരു ഹോട്ടൽ ഫ്ലവർ ആയിട്ടാണ് നമ്മളെല്ലാം കണക്കാക്കുന്നത്. അലങ്കാരങ്ങൾ, അത് വേസ്റ്റ് ലൈഫ് കൂടുതലാണ്. പിന്നെ അറേഞ്ച്മെന്റ് അത് സൂക്ഷിച്ചു ഒരു 2-3 വരെ വാടാതിരിക്കും. അപ്പോൾ അത് ഹോട്ടലിലും അതുപോലെ മാരേജ് ഫംഗ്ഷനും എല്ലാം ഇന്ന് ഇന്ത്യയിൽ വളരെയധികം ഡിമാൻഡുള്ളൊരു ചെടിയാണ് ഹെലിക്കോണിയം. ഹെലിക്കോണിയത്തിൽ അതിൻ്റെ പ്രത്യേകിച്ച് ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന കൃഷി രീതികൾ അത് എങ്ങനെയാണ്? അത് നമ്മൾ ഹെലിക്കോണിയം കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും നല്ല വെറൈറ്റി നോക്കിപ്പാണ് അത് കൃഷി ചെയ്യാൻ. അതിലിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കരീബിയ വെറൈറ്റിയിൽ സെൻറ്റ് ലൂസിയ അങ്ങനെയുള്ള നല്ല വെറൈറ്റികൾ, അല്ലെങ്കിൽ സെക്സി പിങ്ക്, അല്ലെങ്കിൽ മിയാന, ടെംട്രസ്, ഇങ്ങനെയുള്ള നല്ല ഹാങ്ങിങ് വെറൈറ്റികളാണ് ഈ ഞാൻ 3 പേര് പറഞ്ഞത്. ടെംട്രസും മിയാനയും സെക്സി പിങ്ക് എന്ന് പറയുന്നത് ഇന്നും നമ്മളെ ഇന്ത്യയിൽ വളരെയധികം ഡിമാൻഡുള്ള ഒരു പുഷ്പമാണ് ഹെലിക്കോണിയയിൽ. അപ്പോൾ അതിൻ്റെ ഇനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും ഡിമാൻഡുള്ള വെറൈറ്റി വേണം നമ്മളത് സെലക്ട് ചെയ്യാൻ. അത് പ്രാരം മറ്റ് വിളകൾ പോലെ തന്നെ നിലവൊരുക്കി നട്ടാൽ മതി. ഇത് വാഴയുടെ ഒരു വെറൈറ്റിയിലുള്ളതുകൊണ്ട് അത് പെട്ടെന്ന് അത് തൈകളുണ്ടാവുകയും പുഷ്പം വരികയും ചെയ്യാറുണ്ട്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ചോദിച്ചതിന് നന്ദി, വീണ്ടും വിളിക്കൂ. അപ്പോൾ ഈ ഹെലിക്കോണിയയുടെ ഇതാണോ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഹെലിക്കോണിയയിൽ 3 ഇനം, സെക്സി പിങ്ക് എന്ന് പറയുന്നതാണ് ഏറ്റവും. ഇതെല്ലാം ഹാങ്ങിങ് വെറൈറ്റികൾ. ഹാങ്ങിങ് അല്ലാത്ത വെറൈറ്റികളുടെ എന്തൊക്കെയുണ്ട്? അല്ലാത്ത വെറൈറ്റിയിൽ ഐറസ് എന്ന് പറയുന്ന ഒരു പുഷ്പമുണ്ട് ഹെലിക്കോണിയയിൽ. അതൊരു ചുമന്ന വളരെ ഒരു നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു പുഷ്പമാണ് ഹെലിക്കോണിയയിൽ ഐറസ്. അതുപോലെ തന്നെ ഈ കരീബിയൻ വെറൈറ്റികളിൽ സെൻറ്റ് ലൂസിയ അതും വളരെ ഡിമാൻഡുള്ള അതിനൊരു പ്രത്യേക ഷേപ്പാണ്. ഇപ്പോൾ താങ്കളുടെ സ്ഥലത്ത് എത്ര ഹെലിക്കോണിയം ഇനങ്ങളാണ് കൃഷി? ഇന്ത്യയിൽ ഒരു 40 വെറൈറ്റിയോളം. 40 വെറൈറ്റിയോളം ചെയ്യുന്നുണ്ട് ഹെലിക്കോണിയം. അപ്പോൾ ഹെലിക്കോണിയം അത് പതിവായിട്ട് അത് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതെ എല്ലാം. അതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് ഏതാണ്? ഈ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സെക്സി പിങ്കിനാണ്. അതിൻ്റെ വിലയുടെ എങ്ങനെയാണ് വില? അത് നമ്മൾ ഇതിപ്പോൾ ഞങ്ങളെല്ലാം ഹോട്ടലുകളിൽ കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് അതിൻ്റെ ഒരു 60 രൂപ വരെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്ലവർ കിട്ടുന്നുണ്ട്. സാധാരണ ഇങ്ങനെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പഴമക്കാരിങ്ങനെ പറയാറുണ്ട്, ഇതെല്ലാം ഒരു കാട്ടുചെടിയാണെന്നും ഈ പുഷ്പം കണ്ടാൽ ഇങ്ങനെ കൂടിയിരിക്കുന്നതും പാമ്പിൻ്റെ ശല്യമൊക്കെ വരുമെന്നുള്ളത്. അത് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമില്ല? ഒന്നുമില്ല. അതൊക്കെ വെറുതെ പഴമക്കാരെങ്ങനെ പറയുന്നേ, അതിലത് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ല ആകർഷകത്വം ഉള്ളതാണ് അല്ലേ? നമ്മുടെ വീട്ടുപരിസരത്ത് വളർത്തിയെടുക്കാം. വളരെ പരിചരണം കുറവാണ്. അതിൽ നിന്ന് നമ്മളൊരു ചെറിയ മുതൽ മുടക്കിൽ തന്നെ ഇത് വരുമാനം രീതിയിലുള്ള ഇതാണ് കൃഷി ചെയ്യാവുന്നതാണ് അല്ലേ? അതുപോലെ തന്നെ ഈ പുതിയ ഇത് തന്നെ കോസ്റ്റസിൽ തന്നെ നിങ്ങൾ പുതിയ ഒരു ഇനം കൊണ്ടുവന്നു എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇന്നിപ്പോൾ പുതിയതായിട്ടൊരു നമ്മളെ കേരളത്തിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ പേര് വീറ്റ് ഫിംഗേഴ്സ് എന്നാണ്. വീറ്റ് ഫിംഗേഴ്സ് ഇത് കോസ്റ്റസിൻ്റെ അല്ല, ഇതൊരു കലാത്തിയ വെറൈറ്റിയാണ്. ഇത് ഇപ്പം നമ്മളെ നാട്ടിൽ അധികം പ്രചാരണത്തിലില്ല. ഞാൻ പുറത്ത് നിന്ന് കൊണ്ടുവന്ന്. എവിടെ നിന്നാണ് ഇതിപ്പോൾ ഞാൻ തായ്ലാൻഡിൽ കൊണ്ടുവന്നത്. ശരി. അപ്പോൾ ഇത് തായ്ലാൻഡിലുള്ളതാണ്. ഇപ്പോഴിവിടെ പരീക്ഷണാർത്ഥം ഞാനൊന്ന് നട്ട് നോക്കിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങണമെങ്കിൽ വീറ്റ് ഫിംഗർ എന്നാണ് കലാത്തിയ വെറൈറ്റിയിൽ വീറ്റ് ഫിംഗേഴ്സ് എന്ന ഒരു കോളുണ്ട്. കൃഷി ദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ, ആരാണ്? ഹലോ, ഞാൻ ലക്ഷ്മി കോഴിക്കോട്. ലക്ഷ്മി കോഴിക്കോട്. അതെ.
പറയൂ എന്താണ്? പിന്നെ ഞാനൊരു 65 വയസ്സായ ഒരു സ്ത്രീ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. ശരി. എനിക്കൊരു 5-6 മൂട് ഓർക്കിഡ് ഉണ്ട്. അതിലൊന്നും പൂ പിടിക്കില്ല. എനിക്ക് ആ പൂ ഭയങ്കര ഇഷ്ടമാണ്. എത്രയും വില കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷെ വാങ്ങുമ്പോൾ പൂ മാത്രമേ ഉള്ളൂ, പൂ പിടിക്കുന്നില്ല, പൂ വരുന്നില്ല. അത് ഏത് എവിടെ നിന്ന് വാങ്ങിച്ച? നമ്മളെ ഇവിടെ കോഴിക്കോട് ലോക്കൽ ഏരിയ വാങ്ങിയതാ. അത് ശ്രീമാൻ ബിനു കാർത്തികേയന് എന്താണ് പറയാനുള്ളത്? അത് പൂ വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് മാഡം വളർത്തിയേക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ചട്ടിയിൽ സാധാരണ ചകിരിയും കരിയും എല്ലാം വെച്ചിട്ട് അവിടുന്ന് തന്ന മാതിരി തന്നെയുള്ള ആ ഒരു ചെറിയ പ്ലാസ്റ്റിക് പാക്കറ്റിലേന് അത് ആ ചട്ടിയിലാക്കി വെച്ചു. അത് വെയിലുള്ള സ്ഥലത്താണോ അതോ തണലത്താണോ ഇരിക്കുന്നത്? ഒരു കുറച്ച് വെയിൽ കിട്ടും, അത്രയേ ഉള്ളൂ. തണലും ഉണ്ട്, രണ്ടും ഉണ്ട്. നമുക്ക് ഒരു ഓർക്കിഡിനെ സംബന്ധിച്ച് ഇപ്പോൾ ഡെൻഡ്രോബിയം പോലുള്ള ചെടികൾക്ക് ഒരു നല്ല തുറസായ സ്ഥലത്ത് ആണെങ്കിൽ തന്നെ 50% വെയിൽ കിട്ടണം. അതെ, 50% വെയിലൊക്കെ ഉണ്ടാവും. പക്ഷെ മേലെ ഷെയ്ഡൊന്നും കെട്ടിയിട്ടില്ല. അതിന് മാത്രമൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് അത്ര ഷെയ്ഡൊന്നും വെച്ചിട്ടില്ല ഞാൻ. അപ്പോൾ മാഡം ഒരു കാര്യം ചെയ്യുക, അതിലെ ഈ 13-40-13 എന്ന് പറഞ്ഞൊരു വളമുണ്ട്. 13 അങ്ങനെ പറഞ്ഞാൽ മതി. 13-40 അല്ലെങ്കിൽ ഗ്രീൻ കെയർ അടിച്ചു കൊടുക്കണ്ട ആഴ്ചക്ക് ഒരിക്കല്. അത് പുഷ്പിക്കാനുള്ള 2 വെറൈറ്റി ഉണ്ട് അതിലെ വളത്തില്. അതെ, ഒരു മഞ്ഞ പാക്കറ്റും ഉണ്ട്, ഒരു പച്ചയുണ്ട്. അതെ, അതിന് ഫ്ലവറിങ്ങിനുള്ളത് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഏതാ വേണ്ടത്? അത് 13-40-13 അങ്ങനെ പറഞ്ഞാ മതിയല്ലേ? അതെ അതെ അതെ, 13-40-13. അതെ. അതെങ്ങനെയാ അടിക്കുക? അത് 1 ലിറ്ററിന് 2 ഗ്രാം. 2 ഗ്രാം. അതെ. 1 ലിറ്ററിന് 2 ഗ്രാം. അതെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വിളിച്ചതിന് വളരെ നന്ദി. ഒരു കോൾ കൂടെ ഉണ്ട്. ആരാണ്? ഹലോ. ഹലോ. പറയൂ. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് അമ്പിളിയാണ് വിളിക്കുന്നത്. മൂവാറ്റുപുഴയിൽ നിന്ന് അംബിക. അമ്പിളി. പറയൂ. സാർ, എനിക്ക് ഈ ഉദ്യാന കൃഷി ചെയ്യണമെങ്കിൽ അതിന് ഗൈഡൻസിന് വേണ്ടിയിട്ട് എവിടെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇല്ല, ചോദ്യം ഒന്നുകൂടെ വ്യക്തമാക്കാമോ? എനിക്ക് ഈ ഉദ്യാന കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എവിടെയാണ് ഞാൻ അപ്രോച്ച് ചെയ്യേണ്ടത് ഇതിന്റെ ഒരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട്? ഇത് പുതുതായിട്ട് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണ് പറയുന്നത്. അത് ബിനുവിന് പറയാം. അത് കൃഷിഭവനുമായിട്ട്, അത് കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെടണം. പിന്നെ ഈ ഉദ്യാന വിളകൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കൃഷി വകുപ്പിൻ്റെ തന്നെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്നുള്ള ഏജൻസി ഉണ്ട്. അപ്പോൾ അവരുടെ ഓഫീസുമായിട്ടും ബന്ധപ്പെടുകയാണോ അല്ലെങ്കിൽ അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഇതുമായിട്ടുള്ള എല്ലാ വിശദവിവരവും ലഭിക്കുന്നതാണ്. കേട്ടോ? വിളിച്ചതിന് വളരെ നന്ദി. അപ്പോഴേ നമ്മുടെ ഈ കൃഷി എവിടെയാണ് ബന്ധപ്പെടണമെന്നാണ് ചോദിക്കുന്നത്. സാധാരണ രീതിയിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഈ ഉദ്യാനവിള കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതാണ്. പച്ചക്കറി അതുപോലെ തന്നെ പുഷ്പകൃഷിക്കും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ കീഴിൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രവർത്തിക്കുന്നത്. അവിടെ അവരുമായിട്ട് സമീപിക്കുകയാണെങ്കിൽ ഈ കൃഷി പ്രോത്സാഹിപ്പിക്കുക. അപ്പോഴേ ഈ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ താങ്കളുടെ കൃഷിയിൽ എന്തെങ്കിലും സഹായം നൽകിയിട്ടുണ്ടോ? കൃഷി വകുപ്പ് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി? ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എനിക്ക് വളരെയധികം സഹായങ്ങൾ കൃഷിഭവനിൽ നിന്നും സഹായങ്ങൾ പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ ചോദിച്ച ചോദ്യകർത്താവിന് ആ രീതിയിൽ ബന്ധപ്പെട്ടാൽ ഈ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ തീർച്ചയായിട്ടും കൃഷി വകുപ്പിൽ. അപ്പോൾ കൃഷി വകുപ്പിൽ നിന്ന് കൃഷിഭവൻ മുഖാന്തരമാണ് താങ്കൾക്ക് അവാർഡ് കിട്ടാൻ വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ആ രീതിയിലും കൃഷി വകുപ്പും ഇതിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം നൽകുന്നുണ്ട്, നല്ലൊരു പ്രോത്സാഹനം നൽകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ താങ്കൾ എന്തൊക്കെയാണ് അവിടെ ചെയ്തിട്ടുള്ളത്? ആ ഒരു വകുപ്പിൻ്റെ സഹായത്താൽ എന്തൊക്കെ? ഞാനിപ്പോൾ എൻ്റെ ചുറ്റുപാട് ഉള്ള വളരെയധികം കുറച്ച് വീട്ടുകാരെ കൊണ്ട് ഈ ഇലച്ചെടികളെല്ലാം വളർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു വരുമാന മാർഗമാണ്. അത് ശരി. അത് സ്ത്രീകൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് വളരെയധികം അയൽക്കാരെയും ഇതിൽ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രയത്നം കൂടി ചെയ്യുന്നുണ്ട് താങ്കൾ. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു കോൾ കൂടെ ഉണ്ട്. ആരാണ്? സ്വാഗതം കൃഷി ദർശനിലേക്ക്. ശശിധരൻ നായർ നാവായിക്കുളം. ചോദിച്ചോളൂ. അല്ല, പുള്ളിയെ ഹലോ. ഈ ഞങ്ങൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് അവാർഡ് കിട്ടിയതിൽ. പേര് പറയണം. എന്താ? ആരാണ്? എവിടെ നിന്നാണ്? ശശിധരൻ നായർ നാവായിക്കുളം. നാവായിക്കുളം ശശിധരൻ നായർ.
ചോദിച്ചോളൂ. ആ അല്ല, ചോദ്യം എനിക്ക് പറയാനുള്ളതാണ്. കിട്ടിയ ഇത് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഉള്ള കാര്യങ്ങൾ വളരെ നന്ദി വിളിച്ചതിന്. അപ്പോൾ അദ്ദേഹം നാവായിക്കുളത്ത് നിന്ന് ശശിധരൻ നായർ, എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത്. താങ്കൾക്ക് പരിചയമുള്ളതാണെന്ന് തോന്നുന്നല്ലേ? അപ്പോൾ അദ്ദേഹം ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് സാറിനും ഇതുപോലെ ഉദ്യാന ശ്രേഷ്ഠ അവാർഡ് കിട്ടിയ ആളാണ്. സാറിനും നല്ലൊരു ഫാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും താങ്കൾക്ക് ഒരു അഭിനന്ദനം നൽകിയത്. അദ്ദേഹത്തിന്റെ ഫാം ഞാൻ സാറിൻ്റെ ചെടികൾ പൂക്കളെല്ലാം ഞാൻ വാങ്ങിക്കാറുണ്ട്. ഇലകളും സാറിൻ്റെ ഫാമിൽ നിന്ന്. അത് അദ്ദേഹം ഇതുപോലെ ഓർക്കിഡും സാറ് ഓർക്കിഡ് ഇലച്ചെടികൾ ഓർക്കിഡ് ഹെലിക്കോണിയം ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് വാങ്ങാറുണ്ട്? ഞാൻ വാങ്ങാറുണ്ട് സാറിൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ ഈ പൂക്കളും ഇലകളും സാറിൻ്റെ ഫാമിൽ നിന്ന് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം ഉള്ളത്, നമ്മുടെ താങ്കൾ മറ്റ് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വിദേശങ്ങളിലും കയറ്റി അയക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇത് കയറ്റി അയക്കുന്നതിന് പാക്കിംഗ് ഒരു പ്രധാന ഘടകമാണ്. വളരെയധികം. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതും സ്വന്തമായിട്ടാണോ ചെയ്യുന്നത്? സ്വന്തമായിട്ടാണ്. അത് താങ്കൾ അവിടെ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ? എൻ്റെ തോട്ടത്തിൽ തന്നെ എനിക്ക് പാക്കിംഗ് ഷെഡുകളുണ്ട്. അത് എന്തെങ്കിലും ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? പാക്കിംഗ് ഏത് രീതിയിലാണ്, എന്തൊക്കെയാണ്? ഞാൻ എൻ്റെ ഫാമിൽ പൂക്കൾ വെട്ടുന്നത് ഒരു 3-4 മണി കഴിഞ്ഞിട്ടായിരിക്കും. 4 മണി വൈകുന്നേരം. രാവിലെ വെട്ടുന്നതുകൊണ്ട് എന്തെങ്കിലും വെട്ടുമ്പോൾ പിന്നെ അത് വെയിലാകും. അപ്പോൾ ഒരു ചൂട് വൈകുന്നേരം ഏറ്റവും ഉത്തമം. ഞാൻ വൈകുന്നേരം 4 മണിക്ക് ശേഷം പൂക്കൾ വെട്ടിയതിന് ശേഷം എൻ്റെ ഈ പാക്കിംഗ് ഷെഡിൽ കൊണ്ടുവരുന്നു. ഇത് പിന്നെ ഗ്രേഡ് ചെയ്യും. തരംതിരിക്കുന്നതിലാണ് നമ്മളുടെ ക്വാളിറ്റി. അത് കഴിയുന്നത് ഞാൻ തന്നെ ആയിരിക്കും ഗ്രേഡ് ചെയ്യുന്നത്. അത് സ്വന്തമായിട്ട് മനസ്സിലാക്കി അച്ഛൻ്റെ കൂടെ നിന്നതുകൊണ്ട് എനിക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവം അങ്ങനെ ആ പാരമ്പര്യമായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ ഗ്രേഡിങ് നടത്തുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഓർക്കിഡ്, ഇപ്പോൾ ആനി ബ്ലാക്ക് എന്ന് പറഞ്ഞു. ആനി ബ്ലാക്ക് എങ്ങനെയാണ് ആ ഗ്രേഡിങ്? ആനി ബ്ലാക്കിന് സൈസ് വ്യത്യാസം വരും. ഒരു പൂക്കളുടെ തോട്ടത്തിൽ ചിലത് വലുത് കാണും, ലാർജ് കാണും, മീഡിയം കാണും. അപ്പോൾ അത് നമ്മൾ അത് മാറ്റും. ഏറ്റവും വലുത് പ്രത്യേകം, ലാർജ് വേറെ, മീഡിയം വേറെ, സ്മോൾ വേറെ. അത് ഒരു ഗ്രേഡിംഗ്. ലാർജ്, മീഡിയം, സ്മോൾ, അങ്ങനെ 3 തരമായിട്ട് ഗ്രേഡ് ചെയ്യും. ഓർക്കിഡിന് അങ്ങനെയാണ് തരംതിരിക്കുന്നത്. പ്രത്യേകിച്ച് ആനി ബ്ലാക്ക് ഏത് ഓർക്കിഡായാലും ഗ്രേഡ് ചെയ്തിട്ടാണ് നമ്മൾ, അല്ലാതെ വെറുതെ കയറ്റി അത്. അപ്പോൾ ഇത് 3 അയക്കും അതോ ലാർജ് മാത്രമേ കയറ്റി? ഇല്ല, അത് നമ്മൾ ഫ്ലവർ ഷോപ്പ് അല്ലെങ്കിൽ ഏജൻസിനും അതിന്റെ ഡിമാൻഡ് ഉണ്ട്. ഏത് 3 അയക്കും. 3 അയക്കും. അത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അതിന്റെ ഡിമാൻഡ്. അതെ. അപ്പം ഒരു ഹോൾസെയിലറിനാണെങ്കിൽ ഈ 3 വെറൈറ്റിയും അയക്കുന്നതിൽ അവർക്ക് പ്രയാസമില്ല. അവർക്ക് വിൽക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ പാക്കിങ്ങിൽ ഏറ്റവും പ്രധാനമാണ് അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യില്ലെങ്കിൽ പൂക്കൾ പൊഴിയാനൊക്കെ ചാൻസ് ഉണ്ട്. പൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാർക്കറ്റിലോട്ട് പോകാൻ പാടില്ല. എന്തായാലും നമ്മുടെ ഈ ഉദ്യാന കൃഷിയിൽ വളരെയേറെ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു. എന്തായാലും ഉദ്യാന ശ്രേഷ്ഠ അവാർഡ് കിട്ടിയതിൽ എൻ്റെ വ്യക്തിപരമായ അഭിനന്ദനങ്ങളോടുകൂടി ഈ അവസരത്തിൽ ഞാൻ അങ്ങേക്ക് അറിയിക്കുകയാണ്. അപ്പോഴേ ഒരുപാട് ചോദ്യങ്ങളും ഇതിൽ വന്നു. വളരെ നല്ല ചോദ്യങ്ങളാണ് ഇവിടെ ശ്രോതാക്കൾ ചോദിച്ചത്. അതെല്ലാ ചോദ്യങ്ങൾക്കും താങ്കളുടെ പേരിലും ഇതിന് നന്ദി പറയുന്നു. അപ്പോൾ ഈ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാനും ഈ കൃഷിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാനും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആശീർവാദങ്ങളും ഈ അവസരത്തിൽ നൽകുകയാണ്. ഇന്നത്തെ ഈ അതിഥിയുടെ മേൽവിലാസം ശ്രീ വിനു കാർത്തികേയൻ, ശ്രീരംഗം, പുത്തൻതോപ്പ്, തിരുവനന്തപുരം. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 9440750088. അതിഥിയുടെ മേൽവിലാസം ഒരിക്കൽ കൂടി പറയാം. ശ്രീ വിനു കാർത്തികേയൻ, ശ്രീരംഗം, പുത്തൻതോപ്പ് PO, തിരുവനന്തപുരം ജില്ല. ഫോൺ നമ്പർ 9440750088. കൃഷിദർശൻ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏഷ്യയിലെ ഏറ്റവും വലിയ കോഴിത്തീറ്റ നിർമ്മാണശാല മാളയിൽ കൃഷിമന്ത്രി. അലങ്കാര മീൻ കൃഷിക്കും കൊഞ്ച് കൃഷിക്കും ധനസഹായം. പുതുതായി റബ്ബർ കൃഷി തുടങ്ങാൻ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് സഹായം. കാർഷിക വാർത്തകൾ വിശദമായി. ഏഷ്യയിലെ ഏറ്റവും വലിയ കോഴിത്തീറ്റ നിർമ്മാണശാല മാളയിൽ ആരംഭിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി ശ്രീ KP മോഹനൻ പറഞ്ഞു. സംസ്ഥാന പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കുടപ്പനക്കുന്നിൽ ആരംഭിച്ച നവീകരിച്ച കോഴിത്തീറ്റ നിർമ്മാണ കേന്ദ്രത്തിന്റെയും പുതിയ വെയ് ബ്രിഡ്ജിന്റെയും പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 2014 മാർച്ച് 31 മുൻപ് നിർമ്മാണം പൂർത്തിയാകുന്ന നിർമ്മാണശാല മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ പേരിലാകും അറിയപ്പെടുക. പ്ലാന്റിന്റെ ഉത്പാദന ശേഷി ഒരു ഷിഫ്റ്റിൽ 60 മുതൽ 70 ടൺ വരെയാണ്. കർഷകർക്ക് വിത്ത് ബാഗുകൾ നേരിട്ടെത്തിച്ചു കൊടുക്കുന്ന പദ്ധതിക്ക് വിത്ത് വികസന അതോറിറ്റി തയ്യാറെടുക്കുന്നു. ഗുണമേന്മയുള്ള ശുദ്ധീകരിച്ച വിത്ത് കിലോഗ്രാമിന് 21 രൂപ നിരക്കിൽ 30 കിലോഗ്രാം ബാഗുകളിലാക്കിയാണ് കർഷകർക്ക് നൽകുക. സംസ്ഥാനത്തെ 33 വിത്തുൽപാദന കേന്ദ്രങ്ങളിൽ നിന്നായി കാർഷിക സർവകലാശാലയുടെ മേൽനോട്ടത്തിൽ കൃഷി ചെയ്ത സർട്ടിഫൈഡ് വിത്തുകളാണ് കർഷകർക്ക് നൽകുന്നത്. താൽപര്യമുള്ളവർ 25 രൂപയുടെ ചലാൻ 040080080084 എന്ന ശീർഷകത്തിൽ ട്രഷറിയിൽ അടയ്ക്കണം. ഫോൺ നമ്പർ 048723602999. അലങ്കാര മീൻ കൃഷിയിലും കൊഞ്ച് കൃഷിയിലും സമുദ്രോൽപ്പന്ന കയറ്റുമതി അതോറിറ്റി ധനസഹായം നൽകും. 50,000 മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ചെറുകിട കർഷകർക്ക് 75,000 രൂപയുടെ സഹായവും, 2 ലക്ഷം കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് 2 ലക്ഷം രൂപയും, 5 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് 7.5 ലക്ഷം രൂപയുടെ സഹായവും ലഭിക്കും. ചെമ്മീൻ, ആറ്റുകൊഞ്ച് എന്നിവയുടെ ഫാമുകൾ ആരംഭിക്കുന്നതിന് മൊത്തം മൂലധനത്തിന്റെ 25% സബ്സിഡി ലഭിക്കും. ഒരു വർഷം 1 കോടി ചെമ്മീൻ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഹാച്ചറികൾക്ക് 3 ലക്ഷം രൂപ വരെ സഹായം ലഭിക്കും. താൽപര്യമുള്ള കർഷകർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിലാസം: MPEDA സബ് റീജിയണൽ ഓഫീസ്, ചിന്നക്കട, കൊല്ലം. ഫോൺ 0472764554. MPEDA സബ് റീജിയണൽ ഓഫീസ്, കണ്ണൂർ. ഫോൺ നമ്പർ 049727077672. മിൽമയുടെ മലബാർ മേഖലാ യൂണിയൻ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് മെഡിക്ലെയിം പോളിസി നടപ്പാക്കുന്നു. ക്ഷീര കർഷകർ, സംഘം ജീവനക്കാർ, മിൽമ ഡീലർമാർ എന്നിവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയാണ് പോളിസി. ഒരു വ്യക്തിക്ക് ഒരു വർഷം പരമാവധി 30,000 രൂപ വരെയും ഒരു കുടുംബത്തിന് 50,000 രൂപ വരെയും ചികിത്സാ ചെലവ് ലഭിക്കും. ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ അതത് സ്ഥലത്തെ ക്ഷീരോത്പാദക സഹകരണ സംഘവുമായി ബന്ധപ്പെടണം. പുതുതായി റബ്ബർ കൃഷി തുടങ്ങുന്ന ചെറുകിട കർഷകർക്ക് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി. പദ്ധതിയിൽ നിന്ന് 1 ഹെക്ടറിന് 1,71 ലക്ഷം രൂപ ലഭിക്കും. 5 ഏക്കറിൽ താഴെ ഭൂമിയിൽ ബോർഡിന്റെ അംഗീകാരമുള്ള കൃഷിക്ക് മാത്രമേ സഹായം ലഭിക്കൂ. 1 ഹെക്ടർ റബ്ബർ കൃഷിക്ക് 3.30 ലക്ഷം രൂപയാണ് ചെലവ്. ഇതിൽ 52% തുക തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ലഭിക്കും. തൈ നടാനുള്ള നിലമൊരുക്കൽ, കുഴിയെടുക്കൽ, തൈ നടൽ, പ്ലാറ്റ്ഫോം നിർമ്മാണം, ഇടവിള, തൈ സംരക്ഷണം, അതിർത്തി സംരക്ഷണം എന്നിവ പദ്ധതിയുടെ ഭാഗമായി ചെയ്യാം. തൈ വാങ്ങൽ, വളമിടൽ എന്നിവയുടെ ചെലവ് കർഷകർ വഹിക്കണം. റബ്ബർ ബോർഡിന്റെ സഹകരണത്തോടെ പഞ്ചായത്തുകൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുക. കേരളത്തിലും ആസാമിലുമുള്ള കർഷകർക്കാണ് ആനുകൂല്യം ലഭിക്കുക. ശുദ്ധജല മത്സ്യകൃഷി വികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ കോൾ നിലങ്ങളിൽ 1 നെല്ലും 1 മീനും പദ്ധതിക്കായി സബ്സിഡികൾ തയ്യാറായി. കോൾ നിലങ്ങളിൽ 6 മാസം നെല്ലും 6 മാസം മീൻ കൃഷിയുമാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഇതിനായി രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം 277 ലക്ഷം രൂപ വകയിരുത്തി. 10 ഹെക്ടർ മത്സ്യകൃഷിക്ക് വ്യക്തികൾക്ക് 4.75 ലക്ഷം രൂപ പ്രവർത്തന മൂലധനമായി ലഭിക്കും. സംഘങ്ങൾക്ക് 100 ഹെക്ടർ മത്സ്യകൃഷിക്കായി 16.78 ലക്ഷം രൂപ ലഭിക്കും. പദ്ധതി പ്രകാരം രോഹു, കട്ല, മൃഗാൾ, സൈപ്രിനസ് തുടങ്ങിയ മത്സ്യക്കുഞ്ഞുങ്ങളെയും ആറ്റുകൊഞ്ചിനെയും കൃഷി ചെയ്യാം.
മത്സ്യവിത്തുകൾക്ക് 100% സബ്സിഡിയും തീറ്റ ചെലവിനും ബണ്ടൊരുക്കം പോലുള്ള അടിസ്ഥാന ചെലവുകൾക്ക് 75% സബ്സിഡിയും ലഭിക്കുമെന്ന് മത്സ്യകൃഷി ഏജൻസി ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484280549. കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിന്റലിന് 18,600 രൂപ, റബ്ബർ RSS 5 ക്വിന്റലിന് 18,200 രൂപ, വെളിച്ചെണ്ണ ക്വിന്റലിന് 8,000 രൂപ, കുരുമുളക് ക്വിന്റലിന് 40,700 രൂപ, നാളികേരം തൊണ്ടോട് കൂടിയത് 1000-ന് 6,500 രൂപ, നാളികേരം തൊണ്ടില്ലാതെ 1000-ന് 9,000 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ. ഗാർബിൾഡ് കുരുമുളക് ക്വിന്റലിന് 42,700 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് ക്വിന്റലിന് 40,700 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ. ചേട്ടൻ കുരുമുളക് ക്വിന്റലിന് 40,300 രൂപ, വയനാടൻ കുരുമുളക് ക്വിന്റലിന് 40,800 രൂപ. കൊപ്ര വിപണി. കോഴിക്കോട് ക്വിന്റലിന് 5,650 രൂപ, തളിപ്പറമ്പ് 5,200 രൂപ, കാസർഗോഡ് 5,200 രൂപ. വെളിച്ചെണ്ണ. കണ്ണൂർ ക്വിന്റലിന് 8,600 രൂപ, കോട്ടയം 8,450 രൂപ, ആലപ്പുഴ 8,000 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.2, 25.1. കൊച്ചി 31.2, 23.6. ആലപ്പുഴ 30, 25.4. പുനലൂർ 31.8, 31.7. തിരുവനന്തപുരം 30.2, 23.5 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. ഇതാ വേറെന്തെങ്കിലും മതി. ഇതെന്താ ചേട്ടാ, ഇത്ര കുറച്ച് രാസവളം മതിയോ? കൃഷിപ്പണി വിടുവാണോ? കൃഷിപ്പണിയല്ല, വിവരക്കേട് വിടുകയാണ്. മണ്ണ് പരിശോധിപ്പിച്ചു. ഇനി മുതലാളി എത്ര വളം വേണോ അത്രയും മാത്രമേ വയലിലിടൂ. കർഷക സോദരരെ, ഇന്ന് തന്നെ ജില്ലയിൽ അടുത്തുള്ള ഭൂമി പരീക്ഷണ ലബോറട്ടറിയിൽ തീർച്ചയായും മണ്ണ് പരിശോധിപ്പിക്കുക. മണ്ണിൽ പോഷക തത്വങ്ങളും ഈർപ്പവും ചെടിയുടെ വളർച്ചയും കണക്കിലെടുത്ത് ആവശ്യത്തിന് മാത്രം പോഷക തത്വം ചേർക്കുക. പിന്നെ മണ്ണിൽ സൾഫർ, സിങ്ക്, ബോറോൺ പോലുള്ള സൂക്ഷ്മ പോഷകങ്ങൾ ഉണ്ടോ എന്ന് നോക്കാനും മറക്കരുത്. രാസവളത്തിന്റെയും ജൈവവളത്തിന്റെയും ശരിയായ ഉപയോഗം വഴി ഭൂമിയുടെ വളക്കൂറ് നിലനിർത്തൂ, ഉൽപാദനം വർദ്ധിപ്പിക്കൂ, ചെലവ് കുറയ്ക്കൂ, വിലപ്പെട്ട വിദേശ നാണ്യം ലാഭിക്കാനും സഹായിക്കൂ. മന്ദഗതിയിൽ നൈട്രജൻ പുറത്തുവിടുന്ന രാസവളങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്ക് കലർന്ന യൂറിയ പോലുള്ളവയ്ക്ക് മുൻഗണന നൽകൂ. പിന്നെ ഇലകളിൽ യൂറിയ തളിക്കുക. അല്ല, ചേട്ടൻ ശരിക്കും ബുദ്ധിശാലിയായല്ലോ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ജില്ലാ കൃഷി ഓഫീസർ അല്ലെങ്കിൽ കിസാൻ കോൾ സെന്റർ. അമ്മേ, ചോറ് വിളമ്പമ്മേ. ഒന്ന് ക്ഷമിക്കും മോളെ, ഇതുവരെയും പരിപ്പ് വെന്തിട്ടില്ല. വിഷമിക്കാതിരിക്കും പൊന്നുന്റെ അമ്മേ, ഇത്തവണ നമ്മുടെ പരിപ്പ് ശരിക്കും വെന്തോളും. എന്ന് വെച്ചാലോ? ഇത്തവണ NFSM കീഴിൽ പരിപ്പിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ രീതികൾ കാണിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് 1000 മേഖലകൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രദേശവും ഉൾപ്പെടുന്നു. ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? നമുക്ക് നമ്മുടെ 5 ഏക്കർ പാടത്തിന് വളവും കീടനാശിനിയും കൂടാതെ മേൽത്തരം വിത്തിന്റെ മിനി കിറ്റും ലഭിക്കുമെന്നേ. പക്ഷേ ഇത്രയും പരിപ്പ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ? എന്റെ ഭാര്യയെ, ഇപ്പോ സർക്കാർ പയർവർഗ്ഗങ്ങളുടെ താങ്ങുവിലയും നന്നായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇത് വാങ്ങുവാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തിരിക്കുന്നു. ഇതുമൂലം നമ്മുടെ വരുമാനം വർദ്ധിക്കില്ലേ? പിന്നെ നമ്മുടെ മോള് നല്ല സ്കൂളിൽ പോയി ഒരു വലിയ കൃഷിശാസ്ത്രജ്ഞയാകില്ലേ? ശിവപുരി ഗ്രാമത്തിലെ സന്യാസിതൻ ദിവ്യത്വം അപാരം. നാട്ടിലെ സംസാരം ഏവരുടെയും തലവിധി തിരുത്തുന്നവൻ സ്വാമി. കൃഷി ചെയ്യുന്നതിന് അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചാൽ വിളകൾ കുമിഞ്ഞുകൂടും. എന്നാൽ ഒരു നാൾ സന്യാസിതൻ രഹസ്യം പരസ്യമായി. കിസാൻ കോൾ സെന്ററിൽ നിന്നാണ് അറിഞ്ഞിരുന്നത് അദ്ദേഹം ഉന്നത കൃഷിക്കുള്ള കാര്യങ്ങൾ. കൃഷിയുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങൾക്കും കിസാൻ കോൾ സെന്ററിലെ കൃഷി വിദഗ്ധന്റെ ഉപദേശം തേടും. ഉടൻ അപ്പോൾ തന്നെ സ്വന്തം ഭാഷയിൽ തന്നെ സംസാരിച്ചുകൊണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾക്കും സംശയങ്ങൾക്കും സൗജന്യ നമ്പറിൽ വിളിക്കൂ 1800-180-1551. സുഗന്ധത്തിന്റെ ചാമരം വീശി സ്വാദിന്റെ അലകൾ ഉയർത്തി പുരോഗതിയുടെ പാതയൊരുക്കി
പുഞ്ചിരി പൂഞ്ചിറക് വിടർത്തി. നാടാകെ പച്ചപ്പ് ചാർത്തി വ്യവസായങ്ങൾക്ക് അവസരമൊരുക്കി. പൂന്തേൻ മാധുര്യം പരത്തി ആഹ്ലാദത്തിന്റെ തിരകൾ ഉയർത്തി. NHM ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഞങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ മന്ദഹാസം.